എൻ്റെ പേര് നൗഷാദ്, മാത്തോട്ട വീട്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത്, അപ്പം എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് എതിരായിട്ടായിരുന്നു ഇതുവരെ ഇപ്പോൾ സംസാരിച്ചത്. നക്കാബ്, ജിൽബാബ്, പർദ, മുഖമക്കന, ഈ വിഷയത്തിലായിരുന്നു കൂടുതൽ സംസാരിച്ചത്. അതായത് സ്ത്രീകൾക്ക് എതിരായിട്ടായിരുന്നു ഇപ്പോൾ ഇതുവരെ സംസാരം നമ്മളുണ്ടായത്. എന്താ വെച്ചാൽ ചാഞ്ഞ മരത്തിൻ്റെ പാഞ്ഞു കയറാന്ന് പറഞ്ഞു കേട്ടില്ല, അതേപോലെ തന്നെ. അപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ അക്ബർ സാഹിബ് പറഞ്ഞ മാതിരി ശക്തി കുറവാണ്, ബലം കുറവാണ്. അതായത് അപ്പോൾ പെട്ടെന്ന് ആക്രമിക്കപ്പെടും. അതിൻ്റെ പേരിൽ സ്ത്രീകളുടെ പേരിൽ കൂടുതൽ പൈചാരും അന്നത്തെ സമൂഹമാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് രണ്ട് സാധനം നമ്മളെ കയ്യിൽ തന്നേൽപ്പിച്ചിട്ടാണ് പോയത്. ഒന്ന് ഖുറാനും സുന്നത്തും. ഇത് മുറുക്കി പിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഖുറാനും സുന്നത്തും, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാര്, ഭാര്യമാര്, പുത്രിമാര്, സാബാക്കളെ പത്രിമാര്, പെങ്ങന്മാര്, പുത്രിമാര്, ഇവരെല്ലാവരും ജിൽബാബും ജബാബും മറ്റേ മുഖമക്കനൊക്കെ മസ്റ്റായിട്ട് നിർബന്ധമാക്കിയിട്ടാണ് സുന്നത്ത് പൂർത്തിയാക്കിയത്. അങ്ങനെ തന്നെയല്ലേ? അതേപോലെ തന്നെ പുരുഷന്റെ വസ്ത്രത്തിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് എല്ലാ കാര്യങ്ങളും ദുനിയാവിനോട് വിട പറയണ മുന്നേ എല്ലാ കാര്യങ്ങളും ഈ ദുനിയാവിൽ നമുക്ക് കാണിച്ചു തന്നിട്ട് ദീന് പൂർത്തിയാക്കി തന്നിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതേപോലെ തന്നെ പുരുഷന്റെ വസ്ത്രരീതി, ഇന്നിപ്പോൾ പുരുഷൻ വസ്ത്രം ധരിക്കുന്ന വസ്ത്രം, അതായത് ടീഷർട്ട്, ജീന്, ഇൻസൈഡ്, ഇതെല്ലാം പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രരീതിയാണ്. ഇത് തീർച്ചയായിട്ടും ഇത് സുന്നത്തിന് വിരുദ്ധ. സുന്നത്ത് മുറുക്കി പിടിച്ചാൽ ഈ കാര്യങ്ങൾക്ക് വിജയമുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇൻസൈഡ് സുന്നത്തിന് വിരുദ്ധമാണ്, ജീൻസ് സുന്നത്തിന് വിരുദ്ധമാണ്, ടീഷർട്ടുകൾ പാശ്ചാത്യ രീതിയിൽ സുന്നത്തിന് വിരുദ്ധമാണ്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബാക്കളും ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രരീതിയിൽ ഈ ലോകത്തോട് കാണിച്ചു തന്നിക്കണോ അത് എടുക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വിശദീകരണം തന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ടീഷർട്ടും ജീനും ഇൻസൈഡൊക്കെ ആക്കി നടക്കുന്നുണ്ട്, സുന്നത്തില്ല. സുന്നത്ത് മുറുക്കി പിടിക്കാൻ റസൂല് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ സംസാരിക്കുന്ന ഞാനും സ്റ്റേജിലിരിക്കുന്ന 4 പേരും ഇൻസൈഡാണ്, സുന്നത്തിന് വിരുദ്ധമാണ്. തീർച്ചയായിട്ടും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് പറയുന്നത്, സുന്നത്തിന് വിരുദ്ധമാണ്. അപ്പൊ എന്താണോ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീക്കും എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ചെയ്യട്ടെ. എന്ത്? സുന്നത്ത് മുറുക്കി പിടിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനെപ്പറ്റി ആണുങ്ങളെ വസ്ത്രരീതിയെ പറ്റിയിട്ട് ഒരു വിശദമായിട്ട് ഒരു സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സുന്നത്ത് മുറുകെ പിടിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം. പുരുഷന്മാരും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കണം എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. തീർച്ചയായും സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അദ്ദേഹം സുന്നത്തിനെ മനസ്സിലാക്കിയെടുത്ത ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കെതിരിൽ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഒന്നാമത് തന്നെ സുഹൃത്തിന് എന്തോ മനസ്സിലാക്കുന്നിടത്തോ എന്തൊക്കെയോ അബദ്ധങ്ങളുണ്ട് തോന്നുന്നു. സ്ത്രീകൾക്കെതിരിൽ ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് അനുകൂലമാണത്. സ്ത്രീകളുടെ വസ്ത്രത്തിൽ മുൻകവും മുൻകൈയും ഒടിച്ചുള്ള ഭാഗങ്ങൾ പുറത്ത് കാണിക്കാൻ പാടില്ല. ആ വസ്ത്രം ഏത് വസ്ത്രം ധരിക്കണം? ഏത് വസ്ത്രവും ധരിക്കാം. ലൂസായ വസ്ത്രമാകണം. അത് സഹാബ സ്ത്രീകൾ ധരിച്ചത് തന്നെ ധരിക്കണോ? ആ ധരിച്ചത് തന്നെ ധരിക്കൽ നമുക്ക് പലപ്പോഴും പ്രായോഗികമല്ല. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ വസ്ത്രമോ അന്നത്തെ തുണിയോ അന്നത്തെ രീതിയോ ഒന്നുമല്ല ഇന്ന്. അന്ന് വളരെ പരിമിതമായ തരത്തിലുള്ള നൂൽക്കലും അതേപോലെയുള്ള വസ്ത്രങ്ങളും മാത്രമേ ഉള്ളൂ. പരുത്തി തുണി മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ചണത്തിൻ്റെ തുണി മാത്രമാണുള്ളത്. ഇന്നതല്ല. ഇന്നൊരുപാട് സിന്തറ്റിക്കായിട്ടുള്ള വസ്ത്ര രീതികൾ വന്നു. ആ വസ്ത്രരീതികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്ത് എന്ന് പറയുമ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക, നിരോധിച്ചത് ഒഴിവാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രവാചകൻ ഏത് തരം തുണിയാണ് ഉടുത്തത് എന്ന് നോക്കിയിട്ട് ആ തുണി ഉടുക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. പ്രവാചകനെ പിന്തുടരേണ്ട ഒരാൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരേണ്ട ഒരാൾ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ പാലാണ് കുടിച്ചത്. അതേപോലെ തന്നെ കാരക്കയാണ് തിന്നത്. അതുകൊണ്ട് ഒട്ടകത്തിൻ്റെ പാലും കാരക്കയും തിന്നൽ സുന്നത്താണ് എന്ന് മുസ്ലിങ്ങൾ വിചാരിക്കുന്നില്ല, ഹദീത്തുകൾ വ്യക്തമാക്കുന്നില്ല. മറിച്ച്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതാണ് സുന്നത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് വയറിന്റെ 1/3 വയറിന്റെ 1/3 നിങ്ങൾ വെള്ളമാണ് കുടിക്കേണ്ടത്, 1/3 വെറുതെ ഇടുകയാണ് വേണ്ടത്. അത് സുന്നത്താണ്. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ബാരക്ക തിന്നാലും പുട്ട് തിന്നാലും പത്തിരി തിന്നാലും ഗോതമ്പ് തിന്നാലും എന്ത് തിന്നാലും വയറിന്റെ 1/3 വേഷം 1/3 വെള്ളമാവുകയും 1/3 കാലിയാക്കിയിടുകയും ചെയ്യുക എന്നത് സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ റുത്തബാണ് കഴിക്കേണ്ടത്, അഥവാ ഈത്തപ്പഴത്തിലെ ആ പഴുത്ത് നിൽക്കുന്ന ഈത്തപ്പഴം നമ്മുടെ നാട്ടിൽ അങ്ങനെ ലഭ്യമാകുന്നതല്ല. പഴുത്ത് നിൽക്കുന്ന ഈത്തപ്പഴം, അതാണ് റുത്തബ്. അതല്ലെങ്കിൽ തമ്രാണ് കഴിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന കാരക്ക, അതല്ലെങ്കിൽ വെള്ളമാണ് കഴിക്കേണ്ടത്. ഇവിടെ ഒന്നാമതായി റുത്തബിന് പ്രാധാന്യം നൽകുക എന്നത് സുന്നത്താണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ തമ്രിന് പ്രാധാന്യം നൽകുക എന്നത് സുന്നത്താണ്. എന്നാൽ അതല്ലാത്ത സമയത്തോ അത് കഴിക്കാൻ സുന്നത്ത് എന്ന് പറയാൻ കഴിയില്ല. അത് പ്രത്യേക കൽപ്പന വേണമെന്നർത്ഥം. ഇതേപോലെ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ മുഖവും മുൻകൈയും ഒടിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മറക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ആ മറക്കൽ ഏതുതരം വസ്ത്രം ഉപയോഗിച്ചിട്ടാകാം, ഏതുതരം വസ്ത്രവും ഉപയോഗിച്ചിട്ടാകാം. ആ മുഖവും മുൻകൈയും ഒടിച്ചുള്ള ഭാഗങ്ങൾ ലൂസായി ശരീരഭാഗങ്ങൾ കാണാത്ത രൂപത്തിൽ മറക്കണം എന്നതാണ് നിർദ്ദേശം. ഇതേപോലെ പുരുഷന്റെ വസ്ത്രത്തിന് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. പുരുഷ വസ്ത്രത്തിന്റെ നിർദ്ദേശം പൊക്കളിനും മുട്ടുകാലിനും ഇടയിലുള്ള ഭാഗം പൂർണ്ണമായും മറച്ചിരിക്കണമെന്നാണ് ഒന്നാമത്തേത്. പൊക്കളിനും മുട്ടിനും കാൽമുട്ടിനും ഇടയിലുള്ള ഭാഗം സമ്പൂർണമായി മറച്ചിരിക്കണം പുരുഷൻ. രണ്ടാമത്തെ നിർദ്ദേശം, ഈ മറക്കൽ ഇങ്ങനെ മറക്കുന്നത് ഒരിക്കലും ശരീരഭാഗങ്ങളെ ഉള്ളിലൂടെ കാണുന്ന രൂപത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാകരുത് ഉടുക്കുന്നത്. മൂന്നാമത്തെ നിർദ്ദേശം, നിങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത്, പുരുഷ വസ്ത്രം സ്ത്രീ ധരിക്കരുത്. നാലാമത്തെ നിർദ്ദേശം, മറ്റു മതക്കാരുടെ വസ്ത്രങ്ങൾ ആ മത ജീവിത രീതിയുടെ ഭാഗമായി അവർ ധരിക്കുന്ന വസ്ത്രം ധരിക്കരുത്. ഇതാണ് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അമേരിക്കക്കാരൻ്റെ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇന്ത്യക്കാരൻ്റെ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഏത് വസ്ത്രം നമ്മൾ ധരിക്കുക? ഏത് വസ്ത്രം ധരിക്കുക? തുണി ഇന്ത്യക്കാരുടെ ഹിന്ദുക്കളുടെ വസ്ത്രമാണ്, കുപ്പായം ഹിന്ദുക്കളുടെ വസ്ത്രമാണ്, യൂറോപ്യൻ്റെ വസ്ത്രമാണ് ഈ സൈസ് ഷർട്ട് ടീഷർട്ട് അമേരിക്കക്കാരൻ്റെതാണ്. ഇനി അറബികളിടുന്ന കുപ്പായം ഇടുക എന്ന് വിചാരിച്ചാലോ അത് ഗ്രീക്കുകാരൻ്റെതാണ്, അറബികളുടേതല്ല. അറബികളുടെ വസ്ത്രം നമ്മളെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന രൂപത്തിലുള്ള തുണിയും ഒരു തരത്തിൽ ബനിയാൻ്റെ പ്രാകൃത രൂപമായൊരു സാധനമല്ലേ, ഒരു കഞ്ഞിപ്പറാക്ക് നമ്മളെ നാട്ടിൽ പറഞ്ഞിരുന്ന സാധനമുണ്ട്, അതാണ് അറബികളുടെ പഴയ വസ്ത്രം. യഥാർത്ഥത്തിൽ വസ്ത്രം ഏത് ധരിച്ചാലും ഈ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഇത്. അവിടെ ഇൻസൈഡ് ചെയ്താലും ഔട്ട്സൈഡ് ചെയ്താലും ടീഷർട്ട് ഇട്ടാലും ജീൻസ് ഇട്ടാലും ഇതെന്തിട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നിങ്ങൾ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം മറക്കണം. അതോടൊപ്പം തന്നെ നെരിയാണിക്ക് കീഴിലേക്ക് നിങ്ങളുടെ വസ്ത്രം പോകാൻ പാടില്ല. നിങ്ങളുടെ വസ്ത്രം നെരിയാണിക്ക് കീഴോട്ട് പോകാൻ പാടില്ല. ശരീരത്തിൽ ഇറുകിപ്പിടിച്ച് ശരീരഭാഗങ്ങളെ ലൈംഗികാവയവങ്ങളെ പുറത്ത് കാണുന്ന രൂപത്തിൽ ആകരുത് നിങ്ങളുടെ വസ്ത്രം. ഇതെല്ലാം തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൽപ്പനകൾ അനുസരിക്കലാണ് സുന്നത്ത്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കുപ്പായമാണ് ഇട്ടത് എന്ന് നോക്കിയിട്ട് ആ കുപ്പായം ധരിക്കലല്ല സുന്നത്ത്. അങ്ങനെയൊരു സുന്നത്ത് പറഞ്ഞിട്ടില്ല. പെണ്ണിൻ്റെ കൽപ്പന വേറെയാണ്, പുരുഷൻ്റെ കൽപ്പന വേറെയാണ് എന്ന് മാത്രമേ ഉള്ളൂ.